സ്മാർട്ട് റൂമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും തമ്മിൽ പല രീതിയിൽ നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇനിയുള്ള ഏതാനും എപ്പിസോഡുകൾ. ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്ക്രീൻ മിററിംഗ് എന്നുള്ള ഒരാശയമാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീനിൽ നാം എന്തെല്ലാം കാണുന്നു അതേപടി നമ്മുടെ ലാപ്ടോപ്പുകളുടെ സ്ക്രീനിൽ എങ്ങനെ കൊണ്ടുവരാം, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പലപ്പോഴും സോഷ്യൽ മീഡിയകളായ വാട്സാപ്പും ഫേസ്ബുക്കും മുഖേന ധാരാളം ചിത്രങ്ങളും മറ്റ് ഡോക്യുമെൻറ്റുകളും നമുക്ക് അയച്ചു കിട്ടാറുണ്ട്. ഇവയിൽ ചിലതൊക്കെ പ്രത്യേകിച്ചും അധ്യാപകരായവർക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി, നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണിലെത്തിയിരിക്കുന്ന ഈ ചിത്രങ്ങളും മറ്റ് ഡോക്യുമെൻറ്റുകളും ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം മാത്രമേ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പ്രൊജക്ടറിലൂടെ ഇത് കാണിക്കാൻ പറ്റൂ എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനൊരു എളുപ്പ വഴിയായി നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെ ഇവയെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ അതേപടി അതും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലും കൂടി കാണുവാൻ സാധിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഇതിനായിട്ടാണ് സ്ക്രീൻ മിററിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നിറങ്ങുന്ന പല സ്മാർട്ട് ഫോണുകളിലും ഇൻബിൽറ്റായി തന്നെ സ്ക്രീൻ മിററിംഗ് ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് സ്ക്രീൻ മിററിങ്ങിന് വേണ്ടി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. സ്ക്രീൻ മിററിംഗ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ, അതായത് ആ സ്ക്രീനിൽ നമ്മൾ എന്തെല്ലാം കാണുന്നു അത് അതേപടി തത്സമയം മറ്റൊരു സ്ക്രീനിൽ, അതായത് ലാപ്ടോപ്പിൻ്റെയോ ഒരു സ്മാർട്ട് ടിവിയുടെയോ മറ്റും ഒരു സ്ക്രീനിൽ അതേസമയം കാണാൻ നമുക്ക് സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് സ്ക്രീൻ മിററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കണ്ണാടിയിൽ എന്ന വണ്ണം നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ മറ്റൊരു സ്ക്രീനിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു പ്രദർശിപ്പിക്കൽ മാത്രമാണ്. അതായത് ചിത്രങ്ങളോ ഡോക്യുമെൻറ്റുകളോ ലാപ്ടോപ്പിലേക്ക് കോപ്പിയാകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സ്ക്രീൻ മിററിങ്ങിനായി 2 തലത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ അതിനാവശ്യമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപടി തന്നെ ഏത് ലാപ്ടോപ്പിലാണോ അഥവാ ഏത് സ്മാർട്ട് ടി വിയിലാണോ നമ്മൾ ഈ സ്ക്രീൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ 2 തലത്തിലാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് സ്ക്രീൻ മിററിങ്ങിന് നമ്മെ സഹായിക്കുന്ന ഒരു ചെറിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. നമുക്കറിയാം, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സ്ക്രീൻ കാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണാം സ്ക്രീൻ കാസ്റ്റ്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ, സ്ക്രീൻ കാസ്റ്റ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ആദ്യ ഘട്ടം. ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ ഐക്കൺ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോണിലെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് അതിലേക്ക് നമ്മുടെ ലാപ്ടോപ്പ് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മിക്ക സ്മാർട്ട് ഫോണിലും ടൂൾ ബാറിൽ തന്നെ ഇതിൻ്റെ ഐക്കൺ ദൃശ്യമായിരിക്കും. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് വൈഫൈ സെർച്ച് ചെയ്യുക. നെറ്റ്വർക്ക് അഡാപ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമായിട്ടുള്ള വൈഫൈ കണക്ഷനുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതിൽ നിന്നും എൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും വരുന്ന ഹോട്ട്സ്പോട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണും ഈ ലാപ്ടോപ്പും തമ്മിൽ ഒരേ നെറ്റ്വർക്കിനാൽ കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
ഇതാണ് പ്രാരംഭ പ്രവർത്തനമായി നമ്മൾ ചെയ്തു വെക്കേണ്ടത്. ഇനി നമ്മുടെ സ്ക്രീൻ മിററിങ്ങിലേക്ക് വരാം. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞ് നാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ കാസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീൻ കാസ്റ്റ് നമുക്ക് ഏത് രീതിയിലാണ് സ്ക്രീൻ മിററിംഗ് നടത്തേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുന്നു. വൈഫൈ മുഖേന നമുക്ക് സ്ക്രീൻ മിററിംഗ് നടത്താം, ഹോട്ട്സ്പോട്ട് മുഖേന നടത്താം, ഡാറ്റ കണക്ഷൻ ഉപയോഗിച്ചും നടത്താം. ഇതിൽ വൈഫൈ മുഖേനയും ഹോട്ട്സ്പോട്ട് മുഖേനയും ഉള്ളത് ഫ്രീ ആയി നമുക്ക് ഈ ആപ്ലിക്കേഷനോട് ലഭിക്കുന്നു. മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുള്ള സ്ക്രീൻ മിററിംഗ് പ്രീമിയം പെയ്ഡ് വേർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഞാനിവിടെ ഹോട്ട്സ്പോട്ട് സെലക്ട് ചെയ്യുന്നു. അതായത് എൻ്റെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് കണക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലാപ്ടോപ്പിലേക്കാണ് സ്ക്രീൻ മിറർ ചെയ്യേണ്ടത് എന്നർത്ഥം. ഹോട്ട്സ്പോട്ട് സെലക്ട് ചെയ്താലുടൻ തന്നെ അടുത്ത വിൻഡോ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊരു ബട്ടൺ കാണും. സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് ഒരു URL ലഭിക്കുന്നതാണ്. URL എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്രസ്സാണ്. ഈ URL ആണ് സ്ക്രീൻ മിററിങ്ങിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ലാപ്ടോപ്പിന് നമ്മുടെ സ്മാർട്ട് ഫോണിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ URL ആണ് എന്നർത്ഥം. ഇത്രയുമാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ ചെയ്തു വെക്കേണ്ടത്. തുടർന്ന് ലാപ്ടോപ്പിൽ ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കാം. ലാപ്ടോപ്പിൽ അടുത്തതായി നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ തുറക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇതിനായി മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ക്രോമിയം തുടങ്ങിയ ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ മോസില്ല ഫയർഫോക്സ് ആണ് ഉപയോഗിക്കുന്നത്. മോസില്ല ഫയർഫോക്സ് തുറന്നാലുടൻ തന്നെ അതിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ സാധാരണ വെബ് അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്ത് നമുക്ക് പരിചയമുണ്ടാകും. ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീനിൽ ലഭ്യമായിരിക്കുന്ന URL അതേപടി ഈ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ സ്മാർട്ട് ഫോണിനും വ്യത്യസ്തങ്ങളായ URL ആയിരിക്കും ലഭ്യമാവുക. ഇപ്പോൾ എൻ്റെ സ്മാർട്ട് ഫോണിൽ ലഭ്യമായിട്ടുള്ള URL ആണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വേറെയൊരു URL ആയിരിക്കും ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഞാനിപ്പോൾ ഈ അഡ്രസ് ബാറിൽ ഇവ ടൈപ്പ് ചെയ്തു. ഇനി ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കൂ, ഇപ്പോൾ എൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ അതേപടി ലാപ്ടോപ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ ഒരു ഫയൽ പോലും നമ്മുടെ ലാപ്ടോപ്പിലേക്ക് സ്ഥിരമായി കോപ്പി ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പോർട്രേറ്റ് ആയിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഇതാ ഇവിടെ വലതുവശത്ത് താഴെയായി ഫുൾ സ്ക്രീൻ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മുടെ സ്മാർട്ട് ഫോൺ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ കുറച്ചുകൂടി വലുതായി അതിനെ നമുക്ക് ലാപ്ടോപ്പിൽ ദൃശ്യമാക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളിൽ അധ്യാപകർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെട്ടേക്കാം. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സ്ലൈഡുകളും ചിത്രങ്ങളും മറ്റ് PDF ഡോക്യുമെൻറ്റുകളുമൊക്കെ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത് വെക്കാതെ തന്നെ മൊബൈൽ ഫോണിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ മുഴുവനും നമ്മുടെ ലാപ്ടോപ്പിലും അതുവഴി പ്രൊജക്ടറിലേക്കും ദൃശ്യമാക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ വലിയ ഒരു നേട്ടമാണ്. മാത്രമല്ല ക്ലാസ്സിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു നേട്ടമാണ്. മൊബൈൽ ഫോണിലാണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത്. ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ആപ്ലിക്കേഷനിൽ നിന്നും പുറത്തു കടക്കാൻ മറക്കരുത്. അതിനായി മിനിമൈസ് ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ വീണ്ടും എടുത്ത് സ്റ്റോപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണും
ലാപ്ടോപ്പും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ അധികം, പ്രത്യേകിച്ച് അധ്യാപകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.